കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വാ, നിന്റെ ഭാര്യ എന്താ ചെയ്തു വെച്ചിരിക്കുന്നൊന്ന് കാണു. നിന്റെ കൈ കൊണ്ടല്ലേ നിന്റെ പൊന്നു മക്കളെ ഇവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. മര്യാദയ്ക്ക് പാഠം പറഞ്ഞു കൊടുക്കാതെ കുട്ടികളെ ഇവള് നിർത്താൻ. അനുകീർത്തി, ഞാൻ നിങ്ങളാണ് വിളിച്ച മുഖത്തോട്ട് നോക്ക്. Look at me. Congratulations. ഫെയിലായ കുട്ടികളോട് കൺഗ്രാറ്റ്സ് എന്തിനാണ് പറയുന്നത്? അവര് ഫെയിൽ ആയിട്ടില്ല, നല്ല മാർക്കോടെ പാസ്സായെന്ന് പ്രിൻസിപ്പളിനെ ഫോൺ ചെയ്ത് പറഞ്ഞു. കുറച്ചു നേരം എല്ലാവരെയും കളിപ്പിക്കാന്നാ വിചാരിച്ചത്. അതിനുള്ള ചാൻസേ നമുക്ക് തന്നില്ലല്ലോ. നിങ്ങൾ പാസ്സായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. ഇനിയും നിങ്ങൾ ഇതുപോലെ പഠിച്ച് ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കണം, കേട്ടല്ലോ? നല്ല കുട്ടികളെന്നുള്ള പേര് വാങ്ങിക്കണം. ഓക്കെ? ഓക്കെ അച്ഛാ. ഷുവർ അച്ഛാ. ഓക്കെ, വാ. നിങ്ങൾക്ക് വേണ്ടി ഐസ്ക്രീം, സ്നാക്സ്, അങ്ങനെ ഒരുപാട് പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. കം കം കം, വാ 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 വാ. ചെൽ. എന്താടി ഇത്? മൊത്തം തലകുത്തനെ ആയല്ലോ. പിള്ളേര് പറ്റിക്കുമെന്ന് നമ്മൾ വിചാരിച്ചോ? ആവശ്യമില്ലാതെ ഓവർ ആക്ഷൻ ഇട്ടല്ലോ. ഇനിയിപ്പോ എന്ത് സംഭവിക്കുമോ എന്തോ. വസു, നീ എന്തിനാ ഇപ്പൊ കരയുന്നത്? കുട്ടികൾ പാസ്സായല്ലോ. അതെ മോളെ, ചുമ്മാ ഒരു ജോക്കിന് വേണ്ടി കുട്ടികൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പോ അവരെ കൂടെ ഞാനും ഒന്ന് നിന്നു കൊടുത്തേ ഉള്ളൂ. കുട്ടികൾ പാസ്സായല്ലോ എടുത്തി, പിന്നെന്തിനാ കരയുന്നേ? ഞാൻ കരയുന്നതല്ല, സന്തോഷം കൊണ്ടാ. കുട്ടികളുടെ മേലിൽ എനിക്കുണ്ടായിരുന്ന വിശ്വാസം അത് തകർന്നില്ല ചേച്ചി. ഇത് നിന്റെ വിശ്വാസമല്ല വസു, നിന്റെ കഷ്ടപ്പാട് വെറുതെ ആയില്ല. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നീ ഈ കുടുംബത്തിന്റെ മാനം രക്ഷിച്ചേ. ഇപ്പൊ അമ്മയ്ക്കും കൂടി ഏട്ടത്തി നല്ല വിശ്വാസമാവും. കുട്ടികൾ നന്നായിട്ട് പഠിച്ചാ മതി, എനിക്കത് മതി. വേറെ ഒന്നും തന്നെ എനിക്ക് വേണ്ട. നീ പഠിപ്പിച്ചാ പിന്നെ അവർ പഠിക്കാതിരിക്കോ? അത് ശരി, അബി കുട്ടികളോട് താങ്ക്സ് പറഞ്ഞു, പക്ഷെ അവരെ പഠിപ്പിച്ച വസുവിനോട് അവൻ താങ്ക്സ് ഒന്നും പറഞ്ഞില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? അവന്റെ ഭാര്യയോട് അവൻ പേഴ്സണൽ ആയിട്ട് പറയാം. പോ ചേച്ചി. ഞങ്ങള് പോവാ. ഭാര്യയും ഭർത്താവിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. കാര്യം എന്തൊക്കെയായാലും കുട്ടികളുടെ കൂടെ ചേർന്ന് നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. താങ്ക് യു.
ഇനിയും ഇതുപോലെ തന്നെ അങ്ങ് അഭിനയിച്ചോണ്ടിരുന്നോ? ഏ? അതെന്താടാ അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയേ? എന്ന് വെച്ചാ എനിക്ക് അഭിനയിക്കാനേ അറിയില്ലെന്നാണോ? അയ്യോ ഇതുവരെ അഭിനയിക്കാത്ത പോലെ. ആ, അങ്ങനെ തെളിച്ചു പറ. ആ, ഇതെന്താടാ നീയും കൂടെ? കുറച്ചു നേരമാണെങ്കിലും അഭിനയം കലക്കി കേട്ടാ. കീപ് ഇറ്റ് അപ്പ്. ശേ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഇവരെ കഴിഞ്ഞ ഈ ലോകത്ത് ആരും ഉള്ളൂ. അത് പോട്ടെ, ഈ സീനിന് എന്താടി അർത്ഥം? നമ്മൾ രണ്ടുപേരും ബഫൂനും ജോക്കേഴ്സും ആയി. ആ അതെ ഏട്ടാ. പറഞ്ഞോളൂ. പ്രിൻസിപ്പൽ മാഡം എന്താ പറഞ്ഞത്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്നും കൂടി ഒന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? വേറെ എന്തെങ്കിലും പറഞ്ഞു എന്നാ ചോദിച്ചേ. കുട്ടികൾ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തു. എന്നിട്ട് വേറെ ഒന്നുമില്ല. വേറെന്തൊക്കെ പറഞ്ഞു? അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ കുട്ടികളെ അനുമോദിച്ചു. ഇതൊക്കെ ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞാൽ എന്താ? എന്നോടൊരു കൺഗ്രാറ്റ്സ് പോലും പറഞ്ഞില്ല. അതെ വസു, എന്താ ഏട്ടാ? താങ്ക്സ്. എന്തിന്? അത് തന്നെ, കുട്ടികൾ പാസ്സായതിന്. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് താങ്ക്സ് അല്ല, കൺഗ്രാറ്റ്സാ. അത് കുട്ടികളുടെ ഞാൻ പറഞ്ഞല്ലോ. എന്നോട് അത് തന്നെ പറയണ്ടേ. കുട്ടികൾ പാസ്സായെന്ന് പറയുമ്പോ ഞാനും പാസ്സായ പോലെയാ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. എനിക്കെന്തിനാ താങ്ക്സ്? എന്നെ വിശ്വസിച്ച് കുട്ടികളെ എന്റെ അടുത്തേക്ക് പഠിക്കാൻ വിട്ടതിന്. തന്നെ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പിന്നെ എന്തിനാ കുട്ടികളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളെന്ന് പറഞ്ഞത്? കുട്ടികളുടെ കാര്യത്തിൽ തനിക്ക് വെറുതെ വഴക്ക് കിട്ടാതിരിക്കാൻ. ഞാൻ അവരുടെ അമ്മയാ. അവർക്ക് വേണ്ടി എന്തും ഞാൻ സഹിക്കും. ഇനി മുതൽ അങ്ങോട്ട് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എന്നും പറഞ്ഞ് ഉണ്ണിയെ ശ്രദ്ധിക്കാതിരിക്കരുത്. ഉണ്ണി വലിയ കുട്ടിയാ. എന്നാലും ശരി, ഉണ്ണിയെയും താൻ തന്നെ നോക്കണം. അവന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഒരു കോഫി വേണം. പറഞ്ഞോ. അതല്ലേ പറഞ്ഞത്? എന്തോ പറയണമെന്ന് വിചാരിക്കുന്നില്ലേ? അതാ പറയാൻ പറഞ്ഞ. കോഫിയും ടീയും തന്നെ എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നത് താനാണ്, ഞാനല്ല. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇപ്പൊ ഒരു കോഫി കുടിക്കാൻ ആഗ്രഹം തോന്നുന്നു. അപ്പോ ഞാൻ ഏട്ടനോട് നേരിട്ടൊന്നും സംസാരിക്കില്ലെന്നാണോ വിചാരിക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നെ കൊണ്ട് ഏട്ടന്റെ കണ്ണിലേക്ക് നേർക്ക് നേർ നോക്കി നിൽക്കാൻ കഴിയും. വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. മണിമേഘത്തുമ്പത്ത് വെയിലാറി നീ വാവാ, പകൽ പോയി നീ വാവാ, അനുരാഗ കിളിയേ
ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ. തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗത്തിങ്കളും നിതാ കരിനീല കണ്ണിനുള്ളിലെ ദീപമാലയായി. തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗത്തിങ്കളും നിതാ കരിനീല കണ്ണിനുള്ളിലെ ദീപമാലയായി. കിനാവിലി ജനാലയ സോറി, ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാ കോഫി തരാതെ തനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുമെന്നല്ലേ മനസ്സിലായി. പക്ഷെ ഇപ്പൊ എനിക്ക് കോഫി വേണം. ഐ നീഡ് ദാറ്റ്. കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത്. അനുവും കീർത്തിയും എക്സാമിൽ പാസ്സായല്ലോ. പിന്നെ വസുവേട്ടത്തെ കുറിച്ച് ആന്റി അമ്മയോട് എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഏട്ടത്തി, ആഹാ, ഏടത്തി എത്തിയോ? ദർശനമൊക്കെ നന്നായിട്ട് നടന്നോ? എല്ലാം നന്നായിട്ട് നടന്ന ഏട്ടത്തി. കുട്ടികൾ സ്കൂളിൽ നിന്ന് എത്തിയായിരുന്നോ? ആ, ഇപ്പൊ വന്നേല്ലോ ഏടത്തി. എക്സാമില് അവര് പാസ്സായില്ലേ? അവര് പാസ്സായി ഏടത്തി. ഭഗവാനെ, എന്റെ പ്രാർത്ഥന നീ കേട്ടു. ഞാൻ ചെയ്ത പൂജകൾക്കൊക്കെ ഫലമുണ്ടായി. കുട്ടികളെ പാസ്സാക്കിച്ചു. എനിക്കത് മതി. കുട്ടികള് പാസ്സായത് ഏട്ടത്തി ചെയ്യുന്ന പൂജ കൊണ്ടോ അല്ല ഭഗവാന്റെ കരുണ കൊണ്ടോ ഒന്നല്ല ഏടത്തി. ആ വസു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തോണ്ടാണെന്ന്. ഓഹോ ആന്റി, ഈ റൂട്ടാണോ ഉദ്ദേശിക്കുന്നത്? മന്ത്രം ചെയ്ത മാങ്ങ താഴേക്ക് വീഴൂ. ഏട്ടത്തി പൂജ ചെയ്ത കുട്ടികൾ പാസ്സാവോ? എപ്പോ നോക്കിയാലും വാ തുറന്ന് വഴക്ക് പറയാനല്ലാതെ അമ്മയ്ക്ക് എന്തറിയാം? ഞാനൊരാളെ ഈ വീട്ടിലുണ്ടായിരുന്നില്ലെങ്കിൽ കുട്ടികൾ പാസ്സാവുന്നത് അവിടെ നിൽക്കട്ടെ, ഒന്നിനൊരു ഉപയോഗമില്ലാതെ പോയേനെ എന്നൊക്കെ വസു ഭാവനയോട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. സത്യമാണോ ഏട്ടത്തി? ഞാനെന്തിനാ ഏടത്തിയോട് കള്ളം പറയുന്നേ? വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാലും അമ്മായിയുടെ മരുമോളുടെ ഇടയിൽ ഞാൻ എന്തിനാ? വേറെ എന്താ പറഞ്ഞെന്ന് പറയേട്ടത്തി. എന്തിനാ ഏടത്തി? വേണ്ട. ഞാൻ ചിലപ്പോ പറഞ്ഞ ഏട്ടത്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? പറയുന്നോ ഇല്ലയോ? മോളെ കാർത്തികേ, ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. എന്താ ആന്റി? കുറച്ചു മുമ്പേ ഭാവനയോട് വസു എന്താന്ന് പറഞ്ഞെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. പറയേണ്ടതില്ല ആന്റി പറഞ്ഞിട്ട് ഇപ്പൊ എന്നോട് പറയാൻ പറഞ്ഞ ഞാനെന്ത് പറയാനാ? പറയേ കാർത്തികേ. അത് പിന്നെ അമ്മേ, പറയാൻ എന്തൊക്കെ പറഞ്ഞാലും വസുവേട്ടത്തി എനിക്ക് ചേച്ചിയെ പോലെയല്ലേ. അപ്പോ ഞാൻ പറഞ്ഞ അത് ശരിയാവില്ല. ആ വസു നിനക്ക് ഏടത്തിയാണെങ്കിലും ഇത് നിന്റെ അമ്മായിയാ. നിന്റെ അമ്മയ്ക്ക് സമം എന്ന് വെച്ചാ അമ്പലത്തിലിരിക്കുന്ന ദൈവത്തിന് സമം. ദൈവത്തിനോട് എല്ലാ കാര്യങ്ങളും പറയണം. പറ. വസുവേട്ടത്തി എന്തോ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. അമ്മ ക്ഷമിക്ക്. അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടായാലും എന്താ പറഞ്ഞെന്ന് എനിക്ക് അറിയണം. പക്ഷെ അമ്മ പോയി വസുവേട്ടത്തിയോട് ചോദിക്കരുത്. നിന്റെ അമ്മായിക്ക് എന്താ അത്രയ്ക്ക് അറിവില്ലെന്നാണോ? വസുവിനോടൊന്നും പറയാൻ പോകുന്നില്ല. വസു എന്താ ഭാവിനോട് പറഞ്ഞെന്നുള്ളത് നീ ഇവിടെ പറയേ. കുട്ടികൾക്ക്
ഒരല്പം പോലും ടാലന്റ് ഇല്ലെന്നാ പറയുന്നത്. ഉണ്ണിക്കുള്ള ടാലന്റിന്റെ 10% പോലും അനുവിനും കീർത്തിക്കും ഇല്ലെന്നാ പറയുന്നത്. ആ വസുവേട്ടത്തി പഠിപ്പിച്ചതുകൊണ്ടാ കുട്ടികൾ പാസ്സായതെന്ന്. അഭിയേട്ടൻ പറഞ്ഞു കൊടുത്താലോ, അമ്മ കുട്ടികളെ ട്യൂഷൻ അയച്ചാലോ കുട്ടികൾ ഒരിക്കലും പാസ്സാവില്ലെന്നാ. കുട്ടികൾ പാസ്സായത് വസുവേട്ടത്തിയുടെ ഭിക്ഷ കൊണ്ട് മാത്രമാണ്. കുട്ടികൾ ജീവിതകാലം മുഴുവനും അവർക്ക് കടപ്പെട്ടിരിക്കണമെന്ന്. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. എന്താ? കുട്ടികളെ പഠിപ്പിച്ച് പാസ്സാക്കിയതിന് അമ്മ നേരിട്ട് പോയി വസുവേട്ടത്തിയോട് നന്ദി പറയണമെന്ന്. അതിനു മുൻപ് കുട്ടികളുടെ കാര്യത്തിൽ അമ്മ ഏട്ടത്തിയെ വഴക്കു പറഞ്ഞതിന് ക്ഷമ ചോദിക്കണമെന്ന് വരെ പറഞ്ഞു. എന്റെ പൊന്നോ, ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പണി കൊടുക്കാൻ പറ്റൂടി? അവളോട് ഞാൻ ക്ഷമ പറയണമെന്നോ? കുട്ടികൾ പാസ്സായല്ലോ എടുത്തി, അതാണ് അവക്ക് ഇത്രയ്ക്ക് അഹങ്കാരം. സോറിയൊക്കെ എന്ത്, ചിലപ്പോ അവള് കാല് പിടിക്കാൻ വേണ്ടി പറഞ്ഞേനെ. എന്ത് ധൈര്യം അവൾക്ക്! എവിടെയാ അവള്? ഇപ്പൊ വേണ്ട എടുത്തി, വീട്ടിലാണെങ്കി ഇപ്പൊ അഭിയുള്ളതാ, ആവശ്യമില്ലാതെ വഴക്കാവേ ഉള്ളൂ. അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും ഞാൻ സൈലന്റ് ആയിരിക്കണമെന്നോ? അങ്ങനെയല്ല, വാസു എടുത്തിയോട് നേരിട്ട് വന്ന് പറഞ്ഞില്ലല്ലോ. പാവനോട് പറയുന്ന സമയത്ത് ഞാൻ കേട്ടത് വന്ന് പറഞ്ഞേ ഉള്ളൂ. ഏട്ടത്തി ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ലല്ലോ എന്നേ ഏട്ടത്തിയോട് പറയൂ. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമല്ലേ? സത്യം എടുത്തി, പക്ഷെ അത് കള്ളമാണെന്ന് തെളിയിക്കാനായിട്ട് വാസുവിന് എത്ര നേരാണ് എടുത്തി വേണ്ടത്? എന്നാലും ആടിയ കാലും ആഹാരം കഴിച്ച വായു അടങ്ങിയിരിക്കില്ലല്ലോ. എന്നെങ്കിലും ഒരു ദിവസം വസു ഏട്ടത്തിയോട് വന്ന് പറയും. അന്ന് ഏട്ടത്തി അവളൊരു പാഠം പഠിപ്പിക്കണം. ഏട്ടത്തിക്ക് ഉറപ്പായ ഒരു അവസരം കിട്ടും. വസു ഏട്ടത്തിയുടെ കെണിയിൽ പെടും. അന്ന് ഏട്ടത്തിയുടെ ഇഷ്ടം. അഭി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഏട്ടത്തി പറയാനുള്ളത് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറയല്ലേ ഏട്ടത്തി? ആന്റി, നിങ്ങൾ ചെറിയ ആളൊന്നുമല്ല. ആന്റി ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നന്നായി വിശന്നിരിക്കുന്നവൻ എന്ത് ആഹാരം കിട്ടിയാലും കഴിക്കുന്നത് പോലെ വസുവിനെ വഴക്ക് പറയാനായിട്ട് എന്ത് അവസരം ഒത്തു കിട്ടിയാലും നമ്മളത് ഉപയോഗിക്കണടി കാർത്തികേ. ഇത്രയും പ്ലാൻ ചെയ്യുന്നതിന് പകരം ഇപ്പൊ തന്നെ വഴക്ക് വാങ്ങി കൊടുക്കായിരുന്നല്ലോ. എടുത്തു ചാടരുത്, നീ വെയിറ്റ് ചെയ്. ഇതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ ഏട്ടത്തെ എരികേറ്റണം. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും, വസു ചാമ്പലാകും. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ കാര്യങ്ങൾ അടുത്തു വരുമ്പോ എല്ലാം പോവും. ഓരോ പ്ലാനും ഇങ്ങനെയല്ലേ ഫെയിൽ ആവുന്നത്? 20 പ്രാവശ്യം തോറ്റാലും 21ാമത്തെ പ്രാവശ്യം നമ്മൾ പാസ്സാവില്ലേ? അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാനേ പറ്റൂ. അനു, കീർത്തി, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ വെറുതെ വായിച്ച അത് ചീത്തയായി പോവും. ഒന്നും ചെയ്യില്ല, ഞങ്ങളും വീണ പഠിക്കാൻ പോവാ. വേണ്ട മോളെ, വീണയുടെ കമ്പി ഷാർപ്പാ, വിരല് ചിലപ്പോ മുറിയും. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടോ? ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. ഒന്ന് പാടുമോ? അമ്മേ, അനുവും കീർത്തിയും അമ്മയോട് ഇത്രയും ചോദിച്ചല്ലേ, പാട്ട് പാടമ്മേ. അത് ശരിയാവില്ല ഉണ്ണി. താനൊന്ന് പാടിക്കൊടുക്ക്, കുട്ടികൾ ചോദിക്കല്ലേ. ഏട്ടനും കൂടി ഇങ്ങനെ പറഞ്ഞോ? എന്താ, എന്റെ അനിയ വാ തുറന്ന് ചോദിച്ചാ പോലും നിനക്ക് പാടാൻ പറ്റില്ലേ?
വല്യമ്മ. എന്താടാ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞേ? അതായത് അമ്മയ്ക്ക് പാടാൻ അത്ര പേടിയൊന്നുമില്ലെന്നാ ഞാൻ പറഞ്ഞു തന്നെ. ഏട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുക എടുത്തി. സൂപ്പർ അമ്മ. ഓക്കേ, വെൽ ഡൺ. അമ്മ നന്നായിട്ട് പാടി. സത്യത്തിൽ ഇയാൾ വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. ഗുഡ് ജോബ്. കൺഗ്രാറ്റ്സ് വസു. ഇതിപ്പോ നിന്നോട് പാടാനായിട്ട് പറഞ്ഞു പാടിപ്പിക്കേണ്ടി വരുന്നുണ്ടല്ലോ.